സഞ്ചാരികൾ കൗതുകത്തോടെ നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ വിഷമയമല്ലാത്തതും ഭക്ഷണയോഗ്യവുമാണെന്ന് ഉറപ്പിക്കുന്നതും അപായ സൂചന നൽകുന്നതും ഈ തലവൻ്റെ കടമയാണ്. മഴയും വെയിലുമേൽക്കാതെ സഞ്ചാരികളും കുരങ്ങന്മാരും സ്വസ്ഥമായി ഇരിക്കുവാൻ പ്രകൃതി തന്നെ ഒരുക്കിയതാണ് പാറയിൽ തീർത്ത ഈ കൂറ്റൻ കുട. ഇതിനെ കുടപ്പാറ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇത് മലമുകളിൽ നിശ്ചലമായി കിടക്കുന്ന പാറക്കെട്ടിൽ പണിത വള്ളം. സഞ്ചാരികൾ ഇതിൻ്റെ ശിരസിലേറി വള്ളംകളി നടത്തുന്നതിൽ അതീവ രസം കണ്ടെത്തുന്നു. വളക്കൂറുള്ള ഇവിടുത്തെ കറുത്ത മണ്ണിൽ അത്യപൂർവങ്ങളായ ഔഷധ സസ്യങ്ങൾ ഒരു കാലത്ത് തഴച്ചു വളർന്നിരുന്നു. മനുഷ്യരുടെ കയ്യേറ്റം മൂലം അവ ദർഭപ്പുല്ല്, വാറ്റുപുല്ല്, കയ്യോന്നി, കീഴാർനെല്ലി, കമ്മ്യൂണിസ്റ്റ് പച്ച, അരളി, പെരുമണം, ഇഞ്ചപ്പുല്ല്, വയന, കലമ്പോട്ടി എന്നിങ്ങനെ പരിമിതങ്ങളായി. സാങ്കുട്ടി നിരവധി ഔഷധ സസ്യങ്ങൾ ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സാറിന് പറയാനുള്ളത്? ഔഷധ സസ്യങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒട്ടനവധി സ്പീഷീസ് മരുതിമലയിലുണ്ട്. പ്രധാനമായി ഇപ്പം നമ്മൾ കാണുന്നത് കുറുന്തോട്ടി, നാച്ചവി, ഈരിക്കിഴങ്ങ്, മൂടില്ലാത്താളി, കാട്ടുമുല്ല, കാട്ടുപടവലം, താന്നി, പിന്നെ പലതരം പാലകൾ, പൊങ്ങ്, കൊടകപ്പാല, മലമ്പുന്ന തുടങ്ങിയ മരങ്ങൾ ഇന്നും ഇവിടെ ഉണ്ട്. മരുതി ഏതാണ്ട് അന്യം നിന്ന മട്ടിലാണ്. മലയിലെ ഏറ്റവും വിസ്തൃതമായ പാറയാണ് ഈ ഭഗവാൻ പാറ. മലമുകളിൽ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യമുള്ള സ്ഥലം. പാറക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കുഞ്ഞു ക്ഷേത്രങ്ങൾ ദൈവാരാധനയുടെ മൂർത്തഭാവങ്ങളാണ്. വർഷത്തിലൊരിക്കൽ ഗ്രാമവാസികളിൽ നിന്ന് തേങ്ങയും ഭക്ഷ്യവസ്തുക്കളും പണവും സ്വരുക്കൂട്ടി ഭക്തജനങ്ങൾ മലക്കുട മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഉത്സവ ദിവസം മലമുകളിൽ സദ്യയൊരുക്കി വാനരന്മാർക്കും ഭക്തജനങ്ങൾക്കും ആവോളം നൽകും. സന്ധ്യയ്ക്ക് ദീപാലങ്കാരത്തിൽ തിളങ്ങുന്ന മരുതിമലയും ഉച്ചഭാഷിണിയിലൂടെ നാട് മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന സ്തോത്രഗീതങ്ങളും നാട്ടുകാർക്ക് ഏറെ ഹൃദ്യം. പാറക്കെട്ടിന് നടുവിൽ ആലും മാവും ഒന്നായി വളർന്നിരിക്കുന്ന ഈ അപൂർവ ദൃശ്യം ആൽമാവ് അഥവാ ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടിയിലധികം ഉയരെയുള്ള മലമുകളിൽ പ്രകൃതി പണിത ഈ പാറക്കുളങ്ങൾ കൊടും വേനലിലും വറ്റാതെ സഞ്ചാരികൾക്കും വാനരന്മാർക്കും ദാഹജലം നൽകുവാൻ സന്നദ്ധമായി നിൽക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ പാദസ്പർശമേറ്റ് രൂപം കൊണ്ട ഈ പാറക്കുളത്തിലെ ജലത്തിൽ ഈശ്വര സാന്നിധ്യം ദർശിക്കുന്നവരാണ് ഭക്തജനങ്ങളിലേറെയും. തങ്കശ്ശേരി വിളക്കുമരവും സൂര്യൻ്റെ ഉദയാസ്തമനങ്ങളും ആകാശത്ത് ചിറകുവിടർത്തി പാറി നടക്കുന്ന വെൺമേഘങ്ങളും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ മിഴികൾക്ക് കുളിരേകുന്നു. മരുതിമലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് കാറ്റാടിപ്പാറ.
ഇടതടവില്ലാതെ കാറ്റ് ലഭിക്കുന്നതിനാൽ കുട്ടികൾ പട്ടം പറപ്പിക്കുവാൻ കാറ്റാടിപ്പാറയിൽ കയറുന്നതിൽ അതിശയോക്തിയില്ല. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഈ ഭാഗം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കി മലമുകളിൽ കാറ്റാടി യന്ത്രം സ്ഥാപിക്കുവാനുള്ള പരിശ്രമങ്ങൾ കുറേ നാൾ മുൻപ് അധികാരികൾ നടത്തിയിരുന്നു. പിന്നീട് എപ്പോഴോ ആ പദ്ധതി കാറ്റാടിപ്പാറയിലെ ഇളം കാറ്റിനെ പോലെ ഏതോ ദിക്കുകളിൽ മറഞ്ഞു, ഒരു ഓർമ്മ പോലും അവശേഷിപ്പിക്കാതെ. കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര സ്പോട്ടുകളിൽ അദ്വിതീയ സ്ഥാനം നേടാവുന്ന മരുതിമലയുടെ കറുത്ത ശരീരത്തിൽ ജാക്ക്ഹാമറും മനുഷ്യഹസ്തങ്ങളും തീർത്ത മുറിപ്പാടുകൾ. പാറഖനനം മലയുടെ തനിമയും ജൈവസമ്പത്തും കാർന്നു തിന്നിരിക്കുന്നു. സമീപവാസികൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും ഭീഷണിയായിരിക്കുന്ന ഈ ക്രൂരത ഇനി എത്ര നാൾ? പാറഖനനത്തെയും മരുതിമല സംരക്ഷണ പ്രവർത്തനങ്ങളെയും കുറിച്ച് സാമൂഹിക പ്രവർത്തകർ. ഇത് മുട്ര സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ മധു മുട്ര, മരുതിമലയുടെ സംരക്ഷണത്തിനായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായി സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംരക്ഷിക്കപ്പെടേണ്ട മഹത്തായ ഒരു സ്ഥലമാണ് മരുതിമല. ആ മരുതിമലയുടെ വികസനത്തിന് PTA സംഭാവന വളരെ വലുതാണ്. ഏറ്റവും പ്രധാനമായി ആ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നതിൽ PTA വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള സമീപനങ്ങൾ ധാരാളം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ PTA ഒരു നേതൃത്വത്തിൽ തന്നെ PTA വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് ആ മല സംരക്ഷിക്കുന്നതിന്, പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുക, ആ മലയിലുള്ള വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് അവർക്ക് ആഹാരം കൊടുക്കുക മുതലായ പ്രവർത്തനങ്ങൾ നടത്താൻ PTA കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നാടുമായി ബന്ധപ്പെട്ട് നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സഹായത്തോടെ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് PTA തയ്യാറായിട്ടുണ്ട്. അതിന് ഞങ്ങൾ വിജയിച്ചു, ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശ്രീ ബാബു, പണ്ട് ദസഞ്ജീവനി എന്ന് പറയുന്ന ഒരു മരുന്നിന് വേണ്ടി മരുത്തുവാമല ചുമന്നുകൊണ്ട് പോകുന്നതിൽ നിന്ന് ഒരു ഭാഗം അടർന്നു വീണ് ഉണ്ടായതാണ് മരുതിമല. പണ്ട് രഥം ഓടിച്ച പാടുവരെയും ഈ പാറയുടെ മകളിൽ കാണാം. മരുതിമലയെപ്പോലെ പുരാതനവും പ്രസിദ്ധവുമാണ് മുട്ടറ ശ്രീ ഇണ്ടിളയപ്പൻ സ്വാമി ക്ഷേത്രവും ഇവിടുത്തെ കാവും. മരുതിമലയും ഈ ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് നാട്ടുകാരനായ ശ്രീ രാഘവൻ പിള്ള. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഈ മലയുമായിട്ട് വളരെ ബന്ധങ്ങൾ ഉണ്ട്. അതായത് ഇവിടെ ഈ ഉത്സവം സംബന്ധമായിട്ടും ഈ വൃശ്ചിക മാസത്തിലെ ചിറപ്പ് സംബന്ധമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വൃശ്ചിക മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ മലക്കൊട എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിന് കൂടുന്ന ആളുകൾ കരിക്കും പഴവുമായിട്ട് പോറ്റി ഉൾപ്പെടെ കുത്തുവിളക്കോട് കൂടി അവിടെ പോയി അവിടെ പടുക്കയിട്ട് തിരിച്ച് പോരുന്ന ഒരു സംവിധാനം പണ്ടുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ പ്രാവശ്യം വരെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കട്ടയിൽ, കുടവട്ടൂർ, മുട്ടറ ഈ 3 കരക്കാരാണ് അവിടുത്തെ ഈ മലക്കൊട മഹോത്സവം നടത്തുന്നത്. അത് ഈ അമ്പലത്തിൽ നിന്നായിരിക്കും അതിൻ്റെ എഴുന്നള്ളത്ത് മുമ്പേ പോകുന്നത്. അങ്ങനെ ആണ് ഇതുവരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഈ അമ്പലത്തിൽ നിന്നും ഈ മകരവിളക്ക് സമയമാകുമ്പോൾ കൊച്ചുങ്ങൾ 10 വയസ്സ് മുതൽ മേപ്പോട്ട് 10-12 വയസ്സിനകത്ത് പ്രായമുള്ള കുട്ടികൾ ഇരുമുടിക്കെട്ടുമായിട്ട് ഈ അമ്പലത്തിൽ നിന്ന് മലയിൽ പോയി അവിടെ ഒരു ദിവസം കഴിഞ്ഞുകൂടി വെളുപ്പാങ്കാലത്ത് ആഴിയൊക്കെ നടത്തി തിരിച്ചു പോരുന്നു. പ്രായമായ ആളുകളും കുട്ടികളുമായിട്ട് പോരുന്ന ഒരു സംവിധാനം പണ്ടുണ്ടായിരുന്നു. ഇനിയും മരിക്കാത്ത പ്രകൃതി സ്നേഹത്തിൻ്റെ ഉറവകൾ തേടി മരുതിമല കണ്ണീരോടെ ഇരവിലും പകലിലും മുട്ടറയുടെ കാവൽക്കാരനായി നിൽക്കുന്നു. മനുഷ്യൻ്റെ ക്രൂരതകൾ പരിസ്ഥിതി സ്നേഹമായി പരിണമിക്കുന്നതും കാത്ത്.